إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ആലമീനിനെ സൂക്ഷിച്ച് ജീവിക്കണേ, അവന്റെ ദീൻ മുറുകെ പിടിക്കണേ എന്ന് ഈ പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യരായ നമ്മളെല്ലാവരും യാത്ര നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത സംഗതിയാണ്. നമുക്കറിയാം മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണ്. പല ആവശ്യങ്ങൾക്ക് അവന്റെ നാട്ടിൽ നിന്നും പല ഭാഗ്യങ്ങളിലേക്ക് പോകേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ ഒരു തരത്തിൽ ചിന്തിച്ചാൽ പ്രോത്സാഹിപ്പിച്ചൊരു കാര്യം തന്നെയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തായി പറഞ്ഞതാണല്ലോ ഇതേ ആശയം. ഖുൽ സീറൂ ഫിൽ അർദ് സുമ്മ അൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. ഖുൽ പറയുന്ന നബിയേ, സീറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ. സുമ്മ അൻദുറൂ, എന്നിട്ട് നിങ്ങൾ നോക്കൂ, നിങ്ങൾ കണ്ടു മനസ്സിലാക്കൂ. കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, അള്ളാഹുവിനെ നിഷേധിച്ച, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കൊണ്ടുവന്നതിനെ നിഷേധിച്ച നിഷേധികളുടെ പര്യവസാനം, അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ കണ്ടു മനസ്സിലാക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആശയം പല സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞത് കാണുവാൻ സാധിക്കും. ഒരിടത്ത് അല്ലാഹു പറഞ്ഞു, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ്സുദൂർ. യഥാർത്ഥത്തിൽ അന്ധത ബാധിക്കുന്നത് കണ്ണുകൾക്കല്ല, മറിച്ച് അന്ധത ബാധിക്കുന്നത് വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ്സുദൂർ, നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത്. മുൻഗാമികളുടെ ചരിത്രം, മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ നിഷേധിച്ചതിന്റെ പേരിൽ, അവന്റെ ദീനിനെ, അവന്റെ പ്രവാചകന്മാരെ നിഷേധിച്ചതിന്റെ പേരിൽ ഉച്ചൂടും നശിപ്പിച്ചു കളഞ്ഞ് മുൻ സമുദായങ്ങളുടെ ചരിത്രം പറഞ്ഞിട്ടാണ് അല്ലാഹു പറയുന്നത് കണ്ണിനല്ല കാഴ്ചയില്ലാതായി പോകുന്നത്, മറിച്ച് ഹൃദയങ്ങൾക്ക്. കാരണം ഇതൊക്കെ കണ്ടു മനസ്സിലാക്കിയ പലരും, ഭൗതികമായി മാത്രം ചിന്തിക്കുന്ന പലരും പറയാറുള്ളത് ഒരു വലിയ പ്രകൃതിക്ഷോഭത്തിൽ ഇവർ നശിച്ചുപോയതായിരിക്കാം. അങ്ങനെ ഇവരുടെ നാശത്തിനുള്ള ഭൗതിക കാരണങ്ങൾ മാത്രം തിരഞ്ഞു നടക്കുന്ന വലിയ ബുദ്ധിമാന്മാരാണെന്ന് അവർക്ക് തോന്നുന്ന ശാസ്ത്രജ്ഞന്മാരെ, ഈ നിരക്കുള്ള ശാസ്ത്രം അന്വേഷിച്ച് പഠിക്കുന്ന ആളുകൾ നമുക്ക് കാണാം. ആരാണ് ഇവരെ നശിപ്പിച്ചത്? ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഇവരെ പടച്ച റബ്ബുമായി ഇവർക്ക് എന്ത് ബന്ധമായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള ഹൃദയം അവർക്കില്ല. അവിടെയാണ് അല്ലാഹു പറഞ്ഞത് അവരുടെ കണ്ണിനല്ല അന്ധത, മറിച്ച് അവരുടെ ഹൃദയങ്ങൾക്കാണ് അന്ധത. ഈ യാത്രയെക്കുറിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറഞ്ഞല്ലോ. ഈ ആയത്തിന്റെ തഫ്സീറിൽ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ബിഖുലൂബികും വഅബ്ദാനികും. നിങ്ങൾ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ ബിഖുലൂബികും വഅബ്ദാനികും,
നിങ്ങളുടെ ശരീരം മാത്രം പോയാൽ പോരാ, നിങ്ങളുടെ ഹൃദയങ്ങളും പോകണം. ഹൃദയത്തെ കൂടെ കൂട്ടി യാത്ര ചെയ്യണം, ചിന്തിച്ചുകൊണ്ട് യാത്ര ചെയ്യണം. ഖദ് ഖലത് മിൻ ഖബ്ലികും സുനനുൻ ഫസീറൂ ഫിൽ അർദ് ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. നിങ്ങൾക്ക് മുൻപുള്ള സമുദായങ്ങളിൽ അല്ലാഹുവിന്റെ പല നടപടിക്രമങ്ങളും കഴിഞ്ഞുപോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യൂ, നിങ്ങൾ പോകൂ, നിങ്ങൾ കാണൂ എങ്ങനെയായിരുന്നു അവരുടെ പര്യവസാനമെന്ന്. ഈ നിലക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ യാത്രയെ പ്രോത്സാഹിപ്പിച്ചത് കാണാം. എന്നാൽ സഹോദരങ്ങളെ, സാധാരണ നിലക്ക് ഉള്ള നമ്മുടെ യാത്രകളിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ, ഇസ്ലാമികമായ ചില വിധിവിലക്കുകളുണ്ട്. നമ്മളിത് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി പറഞ്ഞു തരികയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അസ്സഫറു ഖിതഅത്തുൻ മിനൽ അദാബ് യംനഉ അഹദകും തആമഹു വശറാബഹു വനൗമഹു. സഫർ എന്ന് പറഞ്ഞാൽ, യാത്ര എന്ന് പറഞ്ഞാൽ അത് ശിക്ഷയുടെ ഒരു കഷ്ണമാണ്. ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം എന്തെങ്കിലും പാപങ്ങൾ ചെയ്തതുകൊണ്ട് അല്ലാഹു തരുന്നത് എന്നല്ല, മറിച്ചൊരു ബുദ്ധിമുട്ടാണത്. ശിക്ഷയുടെ ഒരു കഷ്ണമാണിത്. എന്താണ് കാരണം? യംനഉ അഹദകും തആമഹു വശറാബഹു വനൗമഹു. അത് നിങ്ങളുടെ ഭക്ഷണവും വെള്ളവും ഉറക്കവും ഒക്കെ മുറിച്ചു കളയുന്നു. യാത്ര ചെയ്തവരാണ് നമ്മളെല്ലാവരും, നമുക്കറിയാം. സാധാരണ നമ്മൾ നാട്ടിൽ താമസിക്കുന്നത് പോലെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് താല്പര്യമുള്ള ഭക്ഷണം താല്പര്യമുള്ള നേരത്ത് കിട്ടാനോ താല്പര്യമുള്ളതുപോലെ ഇഷ്ടമുള്ളതുപോലെ സൗകര്യത്തിൽ കഴിക്കാനോ ഒന്നും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഉറക്കം അങ്ങനെ തന്നെയാണ്, കുടിക്കുന്ന വെള്ളത്തിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇത് യാത്രയിലുള്ള ഒരു അനുഭവമാണ്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, ഫഇദാ ഖദാ നഹ്മതഹു ഫൽയുഅജ്ജിൽ ഇലാ അഹ്ലിഹി. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും യാത്ര പോയി യാത്രയിൽ ഉദ്ദേശം പൂർത്തിയായാൽ, എന്തിനു വേണ്ടിയാണ് പുറപ്പെട്ടത്, ആ ഉദ്ദേശം പൂർത്തിയായാൽ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളട്ടെ. വീട്ടിലേക്ക് മടങ്ങാൻ അവൻ, കുടുംബത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ അവൻ ധൃതി കാണിച്ചു കൊള്ളട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർ പ്രത്യേകം ഗ്രന്ഥങ്ങൾ തന്നെ ഈ വിഷയത്തിൽ എഴുതിയതായി കാണാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയുന്ന ഹിസ്നുൽ മുസ്ലിം എന്ന സഈദുൽ ഖഹ്താനി അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. പ്രാർത്ഥന പഠിപ്പിക്കുന്ന മുസ്ലിമിന്റെ രക്ഷാകവചം എന്ന പേരുള്ള പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പുസ്തകം എഴുതിയ അതേ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം കാണാം, അസ്സഫർ വഅഹ്കാമുഹു ഫി ദൗഇൽ കിതാബി വസുന്ന. യാത്രയും അതിന്റെ മര്യാദകളും പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ. അറബി അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കണം. അറബി ഭാഷ എല്ലാവരും പഠിക്കാൻ ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷ, ഇസ്ലാമിന്റെ ബഹർ പോലെയുള്ള വിജ്ഞാനത്തിന്റെ ഭാഷ, അത് നമുക്ക് അതിന്റെ കുറച്ചെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ ആ ഭാഷ നമ്മൾ പഠിച്ചിരിക്കണം. എല്ലാവരും അതിന് ഒരു ശ്രദ്ധ ചെലുത്തണം എന്ന് സാന്ദർഭികമായി ഉപദേശിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ ഒരുപാട് മര്യാദകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ കാണാം, വസുമ്മിയ സഫറു സഫറൻ ലിഅന്നഹു യുസ്ഫിറു അൻ വുജൂഹിൽ മുസാഫിരീന വഅഖ്ലാഖിഹിം ഫയദ്ഹറു മാ കാന ഖാഫിയൻ മിൻഹു. യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത്, സഫറിന്റെ ഒരർത്ഥം വെളിവാക്കുന്നതാണ്, പുറത്തു കാണിക്കുന്നത്. സഫറിന് സഫർ എന്ന് പേര് വരാനുള്ള കാരണം ലിഅന്നഹു യുസ്ഫിറു അൻ വുജൂഹിൽ മുസാഫിരീൻ. യാത്ര ചെയ്യുന്ന ആളുകളുടെ യഥാർത്ഥ മുഖം, അവരുടെ സ്വഭാവം, അവരുടെ മറച്ചുവെച്ച പല സ്വഭാവങ്ങളും പുറത്തു ചാടും യാത്രക്കിടയിൽ. അതുകൊണ്ടാണ് പണ്ടേ പറയാറുള്ളത്, ഒരാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണോ എന്ത് വേണം? അയാളുടെ കൂടെ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ അയാളുടെ സാമ്പത്തിക ഇടപാട് നടത്തണം. അപ്പോഴാണ് യഥാർത്ഥ സ്വഭാവം, ആളുകളുടെ തനിരൂപം മനസ്സിലാക്കാൻ കഴിയുക എന്ന് പണ്ടേ പറയാറുണ്ട്. ഈ സഫർ എന്ന് അതിന് പേര് വരാനുള്ള ഒരു കാരണവും അത് തന്നെയാണെന്ന് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുകയാണ്. എല്ലാ കാര്യത്തിലും ഉള്ളതുപോലെ യാത്രയിലും അതിന്റെ വിധികൾ വ്യത്യസ്തമാണ്. ഹറാമായ യാത്രയുണ്ട്. ഒരാള് മദ്യം കച്ചവടം നടത്താൻ വേണ്ടി പോവുകയാണ്, കള്ളക്കച്ചവടമാണ്, അബ്കാരിയാണ്, അതിനുവേണ്ടി അയാൾ യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ഹറാമാണ്. ഹറാമായ എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി, വ്യഭിചരിക്കാൻ വേണ്ടി ഒരാൾ, അതിന്റെ പേരിൽ അറിയപ്പെട്ട നാടുകളുണ്ടാവും. നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അല്ലെ? വ്യഭിചാരത്തിന്റെ പേരിൽ, വൃത്തികേടുകളുടെ പേരിൽ അറിയപ്പെടുന്ന നാടുകൾ. ഇങ്ങനത്തെ നാട്ടുകളിലേക്ക് പോകാൻ തന്നെ പാടില്ല. അങ്ങനെയുള്ള നാടുകളിലേക്ക് പോകാൻ തന്നെ പാടില്ല. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, നമ്മുടെ ദീൻ ഫസാദിലായി പോകും, ശ്രദ്ധിക്കേണ്ടതാണ്. ഹറാമിനു വേണ്ടി
ഹറാമ് ചെയ്യാൻ വേണ്ടി പോകുന്ന യാത്ര അത് ഹറാമായ യാത്രയാണ്. ഒരാൾ മറ്റുള്ളവരുടെ വഴി തടയാൻ വേണ്ടി പോവുകയാണ്, ഹറാമായ യാത്രയാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീ മഹ്റമില്ലാതെ ചെയ്യുന്ന യാത്ര ഹറാമായ യാത്രയാണ്. ഒരു പെണ്ണ് യാത്ര ചെയ്യുമ്പോൾ എന്ത് വേണം? ഒറ്റയ്ക്ക് പോകാൻ പാടുണ്ടോ? സ്ത്രീകൾ മാത്രം പോകാൻ പാടുണ്ടോ? പാടില്ല. പുരുഷൻ വേണം. എങ്ങനത്തെ പുരുഷനും? ഒന്നുകിൽ അവളുടെ ഭർത്താവ് വേണം, അല്ലെങ്കിൽ മഹ്റമായ പുരുഷൻ കൂടെ വേണം. മഹ്റം എന്ന് പറഞ്ഞാൽ ആരാണ്? വിവാഹബന്ധം ഹറാമായ പുരുഷൻ, കല്യാണം കഴിക്കാൻ പാടില്ലാത്ത പുരുഷൻ. അത് ആരൊക്കെയാണ്? പഠിക്കണം. സ്ത്രീകൾ പഠിക്കണം. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പല സ്ത്രീകൾക്കും അറിയില്ല ആരാണ് മഹ്റം. എന്റെ ഉമ്മാന്റെ സഹോദരിയുടെ മകൾ, എന്റെ ഉമ്മാന്റെ സഹോദരി, ജ്യേഷ്ഠത്തിയാകട്ടെ അനിയത്തിയാകട്ടെ, അവരുടെ മകൾ എനിക്ക് മഹ്റമാണോ? മഹ്റമല്ല. എനിക്ക് വിവാഹം ചെയ്യാം, വിവാഹം അനുവദനീയമാണ്. അവൾ ഞാനും കൂടി യാത്ര പോകാൻ പാടുണ്ടോ? ഒറ്റയ്ക്കിരിക്കാൻ പാടുണ്ടോ? അന്യപുരുഷന്മാരോട് പാലിക്കുന്ന മര്യാദകൾ അവൾ എന്നോട് പാലിക്കണ്ടേ? പഠിക്കണം സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്ത് പഠിക്കണം. എന്റെ ഉപ്പാന്റെ സഹോദരന്റെ മകൾ, ഉപ്പാന്റെ ജ്യേഷ്ഠനാവട്ടെ, മുത്താപ്പളാപ്പെന്ന് പറയും, അദ്ദേഹത്തിന്റെ മകൾ എനിക്ക് മഹ്റമാണോ? പെങ്ങളല്ലേ. ആരാ പറഞ്ഞത് പെങ്ങളാൻ? മഹ്റമല്ല. എനിക്ക് വിവാഹം ചെയ്യാം. ഉപ്പാന്റെ പെങ്ങളുടെ മകൾ, അത് പിന്നെ എല്ലാവർക്കും അറിയാം, വിവാഹം ചെയ്യാമെന്ന്. സഹോദരങ്ങളെ, ഇതിൽ മഹ്റമാരാണ്? അന്യപുരുഷന്മാരാരാണ്? നമ്മൾ മര്യാദ പാലിക്കേണ്ട നമ്മുടെ പെൺകുട്ടികൾ ഇസ്ലാമികമായി അന്യപുരുഷന്മാരോട് പാലിക്കേണ്ട മര്യാദകൾ അന്യപുരുഷന്മാരോട് പാലിച്ചിട്ട് വേണ്ടേ? നാട്ടുകാരോട് പാലിച്ചിട്ട് വേണ്ടേ? എന്നിട്ടല്ലേ ഈ പറയുന്ന അടുത്ത ബന്ധുക്കളോട്? സഹോദരങ്ങളെ, ആത്മാർത്ഥമായി പറയട്ടെ, മുസ്ലിം ഉമ്മത്ത് നശിച്ചു പോകും. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. ഇതാ ഈ നിലക്കാണ് നമ്മുടെ പോക്കെങ്കിൽ, നമ്മുടെ സ്ത്രീകളുടെ പോക്കിങ്ങനെയാണെങ്കിൽ അള്ളാഹു പറഞ്ഞവന്റെ ദീൻ പാലിക്കണം. അവരുടെ വേഷത്തിൽ, അവളുടെ വസ്ത്രത്തിൽ, അവളുടെ സംസാരത്തിൽ, അവളുടെ കൂട്ടുചേരലുകളിൽ, എവിടെയാണ് അവൾ പോകുന്നത്, എല്ലാറ്റിലും സഹോദരങ്ങൾ നമ്മളിത് പാലിക്കണം. മഹ്റമായ ഒരാൾ അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഇല്ലാതെ ഒരു പെണ്ണ് യാത്ര ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ തുസാഫിറു മസീറത യൗമിൻ ഇല്ലാ മഅ ദി മഹ്റമിൻ. അല്ലാഹുവിൽ മൻജിദിൽ വിശ്വസിക്കുന്ന ഒരു പെണ്ണിന് ഒരു പകൽ യാത്ര ചെയ്യാൻ പാടില്ല, മഹ്റം കൂടെ ഉണ്ടായിട്ടല്ലാതെ. ഒരു യാത്ര എന്ന് തോന്നുക, അതാണ് അതിന്റെ മാനദണ്ഡം. ഒരു യാത്ര ചെയ്യാൻ പാടില്ല. തൊട്ടപ്പുറത്ത് ഒരു സ്ഥലത്തേക്ക്, തൊട്ടപ്പുറത്തുള്ള പള്ളിയിലേക്ക്, അങ്ങനെയുള്ള എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് പോകുന്നതിനെ കുറിച്ചല്ല. മറിച്ച് യാത്ര എന്ന് തോന്നുക. ഈ കാലത്ത് നമ്മൾ ചിലപ്പോൾ അതും സൂക്ഷിക്കേണ്ടി വരും, തൊട്ടടുത്ത് പോകുന്നത് വരെ. മഹ്റമില്ലാതെ പോകാൻ പാടില്ല. ഹജ്ജിനും ഉംറക്കും പോകാൻ പാടുണ്ടോ? പാടില്ല. ഒരു പെണ്ണിന് ഹജ്ജിന് പോകാനുള്ള എല്ലാ ഷർത്തെന്ന് പറഞ്ഞാൽ അവൾക്ക് സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, ഹജ്ജിന് പോകാൻ നിർബന്ധമായി. പക്ഷേ മഹ്റമായി കൂടെ പോകാൻ ഒരാളില്ലെങ്കിൽ അവൾ പോണ്ടാന്നാണ്. അവൾ പോകേണ്ടതില്ല, അവൾക്ക് നിർബന്ധമില്ല. അവൾ ചെയ്യാത്തതിന് പേര് അല്ലാഹു അവളെ ശിക്ഷിക്കുകയില്ല. എത്ര സ്ത്രീകളാണ് ഇപ്പോ, ഉംറന്റെ ഒരു സീസണാണല്ലോ, എല്ലാവരും ഉംറക്ക് പോകാൻ തുടങ്ങിയതാണ്. എല്ലാവരും ഉംറക്ക് പോകാൻ ആരംഭിച്ചിരിക്കുന്നു. ഇഖ്ലാസും ഇത്തിബാഉം ഉണ്ടെങ്കിൽ നല്ലത് തന്നെ. ഇഖ്ലാസും ഇത്തിബാഉം ഉണ്ടെങ്കിൽ നല്ലത് തന്നെ. എന്താ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. ഒരു നിലക്കും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ആവരുത്. അള്ളാഹു അല്ലാത്തവർ കേൾക്കാനോ, പടപ്പുകളായ നമ്മുടെ അയൽവാസികളും കുടുംബക്കാരൊക്കെ, ഞാൻ ഉംറക്ക് പോവാണേ, നമ്മൾ ഉംറക്കൊക്കെ പോകാൻ ആയി എന്ന ഒരു ജാട, ദുനിയാവിന്റെ ബാക്കിയുള്ള കാര്യത്തിലുള്ള തക്കാസുറുണ്ടല്ലോ, അൽഹാക്കും തക്കാസുർ, നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു തക്കാസുർ, പരസ്പരമുള്ള പെരുമനടിക്കൽ എല്ലാ വിഷയത്തിലും. ആ ആയത്ത് നോക്കൂ നിങ്ങൾ. അള്ളാഹു ഒരാൾക്കും എതിർക്കാൻ പറ്റാത്ത രീതിയിൽ പറയുകയാണ്, അൽഹാക്കും, നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു അത്തക്കാസുർ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പെരുമനടിക്കൽ. എന്തെങ്കിലും ഇന്ന നേരം വിളിച്ചിട്ട് ഞാൻ ആലോചിക്കുക, എന്റെ സംസാരത്തിൽ നമ്മൾ പറയും, ഒരു കുറച്ച് സമയം പോലെ നമുക്കിത് പറയാതിരിക്കാൻ, ഞാൻ ചെയ്തെന്തെങ്കിലും ഒരു മേന്മ ആളുകളോട്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ, സൗന്ദര്യത്തിലോ അറിവിലോ സമ്പത്തിലോ എന്തിനെങ്കിലും ഞാൻ കുറച്ച് മുന്തിയ ആളാണ്, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നല്ല, ഞാൻ കുറച്ച് മുന്തിയ ആളാണ് എന്ന് കാണിക്കാനുള്ള വർത്തമാനം പറയാത്ത, ഒരു പ്രവൃത്തി ചെയ്യാത്ത, ആ നിലക്കുള്ള നാട്യം നടിക്കാത്തൊരു ദിവസം മനുഷ്യ നിനക്കുണ്ടോ എന്ന് ആലോചിക്കുക. ഉണ്ടാവില്ല. എന്നാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്ന തകാസുർ, പരസ്പരമുള്ള പെരുമ നടിക്കൽ, ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നതുവരേക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മരണം വരേക്കും.
അത് ആ നിലക്ക് ആയിപ്പോകുകയാണോ ഉംറ? ഈ യാത്ര സഹോദരങ്ങളെ പാളിപ്പോയി, ബാത്തിലായിപ്പോയി. ഈ ചെലവിട്ട ചെലവും ഈ ചെയ്ത യാത്രയും എല്ലാം ബാത്തിലായി. അള്ളാഹു സ്വീകരിക്കില്ല, ശിക്ഷയുണ്ടാവുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ നിലയ്ക്ക് ഇഖ്ലാസ് ഇല്ലാതെ ആണെങ്കിൽ കാര്യമില്ല. ഇഖ്ലാസ് ഉണ്ടോ? അള്ളാഹുവിന് വേണ്ടി മാത്രമാണോ? ഇത്തിബാ ഉണ്ടോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയാണോ ഉംറ ചെയ്തിട്ടുള്ളത്, ഹജ്ജ് ചെയ്തിട്ടുള്ളത്? അള്ളാഹു സ്വീകരിക്കും, അല്ലെങ്കിൽ സ്വീകരിക്കോ? ഒരിക്കലും സ്വീകരിക്കില്ല. ഇത്രയും പൈസ ചെലവിട്ട് പോവുകയാണ്. ആരുടെ കൂടെയാണ് പോകുന്നത്? മുസ്ലിയാക്കന്മാരുടെ കൂടെയാണ് പോകുന്നത്. പോകുന്നത് തന്നെ എല്ലാ മഖബറകളിലേക്കും ദർഗകളിലേക്കും കറങ്ങി അള്ളാഹു അല്ലാത്തവരിലും തവക്കുലാക്കി, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച് കൊടിയ ശിർക്ക് ചെയ്ത് സകല അമലും ഉംറ എന്നല്ല സകല അമലും പൊടിഞ്ഞു പോകുന്ന അള്ളാഹു സ്വീകരിക്കില്ലെന്ന് പറഞ്ഞ, അള്ളാഹു ഒരിക്കലും പൊറുക്കില്ലെന്ന് പറഞ്ഞ, സ്വർഗം അള്ളാഹു ഹറാമാക്കുമെന്ന് പറഞ്ഞ, നരകമാണ് അവരുടെ വാസസ്ഥലം, ആക്രമികളെ സഹായിക്കാൻ ആരുമില്ലെന്ന് അള്ളാഹു സൂചിപ്പിച്ച, എന്തിനെതിരെയാണോ അള്ളാഹു പ്രവാചകന്മാരെ മുഴുവൻ അയച്ചിട്ടുള്ളത്, എന്തിനെതിരാണ് ഞാനെന്ന് പ്രഖ്യാപിച്ചാലാണോ ഇസ്ലാമിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്, ആ ശിർക്ക് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ എന്ത് കാര്യം? അള്ളാഹു സ്വീകരിക്കോ? പിന്നെ ബിദ്അത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത രൂപം, റസൂലുള്ള പഠിപ്പിക്കാത്ത പലതും അവിടെ ചെന്നിട്ടും പോകുന്നതിന് മുമ്പും യാത്രക്കിടയിലും തവാഫിലും സഅയിലും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അള്ളാഹു സ്വീകരിക്കോ? ഇല്ല. ഇഖ്ലാസുൽ ഇത്തിബാഉം, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക, വേറൊരു ഉദ്ദേശവും കലരാതിരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയായിരിക്കുക, എങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കും. അതോടൊപ്പം സ്ത്രീകൾ മഹ്റമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. ഹജ്ജിനും ഉംറക്കോ മാത്രമല്ല ഏത് യാത്രയാണെങ്കിലും പോകാൻ പാടില്ല. ഹജ്ജിനും ഉംറക്കും പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള യാത്രകളുടെ കാര്യം പറയാനുണ്ടോ? ശ്രദ്ധിക്കണമെന്ന്. ഇത് ഹറാമായ യാത്രയായി മാറും ഒരു പെണ്ണിങ്ങനെയാണ് പോകുന്നതെങ്കിൽ. നിങ്ങൾക്ക് വാജിബായ യാത്രകൾ ഉണ്ടാകും. ഏതുപോലെ? ഹജ്ജ് പോലെ. ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ ഉള്ള ആ നിലക്ക് അയാളെത്തി, വാജിബാകുന്ന നിലക്ക് അയാളായി, പൈസ ഉണ്ട്, ആരോഗ്യമുണ്ട്, അപ്പൊ അതിന് പോകൽ വാജിബാകും. ഇനി മുസ്തഹബായ യാത്രകളുണ്ട്, കൂലി കിട്ടുന്ന യാത്രകൾ, ഉംറയ്ക്ക് വേണ്ടിയുള്ള. അതുപോലെ ഒരു ഹജ്ജ് കഴിഞ്ഞ് പിന്നെയുള്ള ഹജ്ജിന് പോകുമ്പോൾ അതുപോലെ മുബാഹായ അനുവദനീയമായ യാത്രകളുണ്ട്. കച്ചവടത്തിനു വേണ്ടി, നല്ല ഹലാലായ കച്ചവടത്തിനു വേണ്ടിയുള്ള യാത്ര. ഇങ്ങനെ സാധാരണ വിധിവിലക്കുകളിലുള്ള കാര്യങ്ങളൊക്കെ യാത്രയിലുമുണ്ട്. അതിനുള്ള ചില ആദാബുകൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി പണ്ഡിതന്മാർ പറയുന്നു അൽ ഇസ്തിഖാറ. യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു ഇസ്തിഖാറത്ത് തേടണം അല്ലാഹുവിനോട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുന അൽ ഇസ്തിഖാറ ഫീ കുല്ലി ഉമൂരിൻ ഫിൽ ഉമൂരി കുല്ലിഹാ കമാ യുഅല്ലിമുന അസ്സൂറത മിനൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഇസ്തിഖാറ പ്രാർത്ഥന പഠിപ്പിക്കാറുണ്ടായിരുന്നു, ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരുന്നതുപോലെ. എന്താണ് ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാൽ? ഒരു കാര്യം ചെയ്യാനൊരുങ്ങുമ്പോൾ അതിലെന്തെങ്കിലും ശക്ക് വന്നാൽ, നീ അങ്ങനെ ഇല്ലെങ്കിലും ഇത് ഖൈറാകുമോ ഇല്ലേന്നറിയാൻ ഒരാളൊരു പെണ്ണ് കാണാൻ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ ജീവിതം ഇത് അവളുടെ കൂടെയായിരിക്കും. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ. ജീവിതം പാളിപ്പോകരുത്. പെണ്ണ് കാണാൻ പോവുകയാണോ, കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, നിങ്ങൾ എന്ത് വേണം? ഇസ്തിഖാറത്ത് നമസ്കരിക്കണം. 2 റക്അത്ത് നമസ്കരിക്കുക. അതിനുശേഷം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക وأستقدرك بقدرتك وأسألك من فضلك العظيم فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب. اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري فاقدره لي ويسره لي ثم بارك لي فيه. وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري فاصرفه عني واصرفني عنه ثم اقدر لي الخير حيث كان ثم ردني به واقدر لي الخير حيث كان ثم ردني به. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിന്നോട് എനിക്കൊരു തെരഞ്ഞെടുപ്പിന് അള്ളാഹുവെ തൗഫീഖ് തരുവാൻ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. നിന്റെ ഖുദ്റത്ത് മുഖേന ഞാൻ നിന്നോട് ചോദിക്കും, നിന്റെ ഖുദ്റത്തിനോട് ഞാൻ ചോദിക്കുകയാണ്. എന്താണ്? വഅസ്അലുക മിൻ ഫദ്ലിക്കൽ അളീം, നിന്റെ മഹത്തായ ഫദ്ലിൽ ഔദാര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫഇന്നക തഖ്ദിർ വലാ അഖ്ദിർ, നീയാണ്
ഖദർ കണക്കാക്കുന്നവൻ, വലാ ഖദർ ഞാനല്ല കണക്കാക്കുന്നവൻ, നീയാണ് കഴിവുള്ളവൻ, എനിക്ക് കഴിയില്ല, നീയാണ് അറിയുന്നവൻ, എനിക്കറിയില്ല, നീ എല്ലാം അറിയുന്നവന്. അല്ലാഹുവേ, ഈ കാര്യം എനിക്ക് ഖൈറാണെങ്കിൽ നീ ഇതെനിക്ക് വിധിക്കണേ, എനിക്ക് എളുപ്പമാക്കി തരണേ, എന്നിട്ട് നീ എനിക്കിതിൽ ബറക്കത്ത് തരണേ. ഇനി അതല്ല, ഈ കാര്യം എനിക്ക് ഷർറാണെങ്കിൽ എന്റെ ദീനിലും എന്റെ ദുനിയാവിലും ഒക്കെ അതിൽ വന്നു. ഷർറാണെങ്കിൽ അല്ലാഹു ഇതിനെ നീ എന്നിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കണേ, എന്നെ ഇതിൽ നിന്നും നീ തട്ടിമാറ്റണമേ. എന്നിട്ട് ഖൈർ എവിടെയാണോ ഉള്ളത് അത് നീ എനിക്ക് തരണമേ, എന്നിട്ട് നീ എനിക്കതിൽ തൃപ്തി നൽകണമേ. കാരണം എന്താണ്? ഖൈർ അറിയുന്നവൻ അല്ലാഹുവാണ്, നമുക്കറിയില്ല. നിങ്ങളൊരു കാര്യം ഖൈറാണെന്ന് വിചാരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് ഷർറായിരിക്കും. നിങ്ങളൊരു കാര്യം ഷർറാണെന്ന് വിചാരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. അല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുവാണ് അറിയുന്നവൻ, നിങ്ങൾക്കറിയില്ലെന്ന് റബ്ബ് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞല്ലോ. ഇസ്തിഖാറത്ത് ഈ വിഷയത്തിലും പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് സമയത്ത് പോകണം, ഏത് വാഹനത്തിൽ പോകണം, ആരെ കൂടെ കൂട്ടണം, ഏത് വഴിക്ക് പോകണം, പല മാർഗങ്ങളുണ്ട് ഒരു സ്ഥലത്തേക്ക് എത്താൻ. ഇസ്തിഖാറത്ത് പണ്ഡിതന്മാർ പല വിഷയങ്ങളിലും പഠിപ്പിച്ചിട്ടുള്ളതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയത്തിലും പഠിപ്പിച്ചു എന്നാണ് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുപോലെ യാത്രയിലും പഠിപ്പിച്ചിരിക്കും. നമ്മൾ ശ്രദ്ധിക്കുക ദൂരയാത്രകൾക്ക് പോകുമ്പോൾ. അതുപോലെ രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞു അൽ വസിയ്യത്തു ലിൽ അഹ്ൽ, കുടുംബക്കാരോട് വസിയ്യത്ത് പറയുക, അവർക്ക് വസിയ്യത്ത് കൊടുക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വകൊണ്ട് ഞാൻ നിനക്ക് വസിയ്യത്ത് നൽകുകയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അമലുൻ ബിതാഅത്തില്ലാഹ് റജാഅ റഹ്മത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ്, തർക്കു മഅസിയത്തില്ലാഹ് റജാഅ മഖാഫത ഇഖാബില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ്. എങ്ങനെ അത് മലയാളത്തിൽ തഖ്വ എന്നുള്ള വാക്കിന് സൂക്ഷ്മതാന്ന് പരിഭാഷ കൊടുത്താലും പൂർണ്ണമാവുകയില്ല. എന്താണ് കാരണം? തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചത് ചെയ്യലാണ്. എങ്ങനെ ചെയ്യണം? എന്തിനു വേണ്ടി ചെയ്യണം? അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, അവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, അവന് വേണ്ടി മാത്രം, വേറൊരാൾക്കും വേണ്ടിയല്ല. എങ്ങനെ ചെയ്യണം? അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള വ്യക്തമായ നൂറിന്റെ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ അതല്ല അള്ളാഹുവിന്റെ നൂർ. തർക്കു മഅസിയത്തില്ലാഹ്, അള്ളാഹു വിരോധിച്ചത് വെടിയുക. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്. അലാ നൂരിൻ മിനല്ലാഹ്, എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇന്നത് തിന്മയാണെന്ന് ആര് പറഞ്ഞു തരണം? ഇവിടുത്തെ ബുദ്ധിജീവികളോ? ആരാണ് പറഞ്ഞിരുന്നത്? സയന്റിസ്റ്റുകളോ? ആരുമല്ലല്ലോ. ഇവിടുത്തെ ഭരണകൂടമോ? അല്ല, അള്ളാഹു പറഞ്ഞു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കണം, അതാണ് തിന്മ, അതിൽ നിന്ന് വിട്ടുനിൽക്കണം, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്. അതാണല്ലോ ഷഹാദത്തിന്റെ അർത്ഥം. എന്താണ് സഹോദരങ്ങളെ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് പറഞ്ഞാലല്ലേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ. ഇത് മനസ്സറിഞ്ഞ് പറഞ്ഞാലല്ലേ ഒരാൾ ഇസ്ലാമിലേക്ക് വരൂ. ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. അൽ ഇഖ്ലാസ് വന്നില്ലേ? അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അപ്പൊ ആര് പറഞ്ഞതുപോലെ അള്ളാഹിനെ ആരാധിക്കണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇസ്ലാമിന്റെ ഈ പ്രവേശന കവാടത്തിൽ തന്നെ ഇഖ്ലാസും ഇത്തിബാഉം അള്ളാഹു വെച്ചിരിക്കുന്നു. ഈ തഖ്വ കൊണ്ട് കുടുംബത്തെ ഉപദേശിക്കുക, പോകുക. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾ, എന്താണ് പല ഗൾഫിൽ ജീവിക്കുന്ന കുടുംബനാഥന്മാരുടെയും വീട്ടിലെ അവസ്ഥ? എന്താണ് അവരുടെ വീട്ടിലെ അവസ്ഥ? നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് സഹോദരങ്ങളെ, സ്ത്രീകളാണ് വീട് ഭരിക്കുന്നത്, പുരുഷന്മാർ ഗൾഫിലായിരിക്കും. എല്ലാ സൗകര്യങ്ങളും മാസാമാസം ഇയാൾ പൈസ അയച്ചു കൊടുക്കും. അയാൾ ഇവിടെ മരുഭൂമിയിൽ കഷ്ടപ്പെടുക. എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ ചെയ്തു കൊടുക്കും. കുട്ടികൾ എങ്ങനെയാണ് വളരുന്നത്? അവർക്ക് ദീനുണ്ടോ? അവരുടെ വീട്ടിൽ എന്താണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഹറാമാണ്. അവരുടെ വീട്ടിൽ മലക്കുകൾക്ക് പ്രവേശനമുണ്ടോ? ഇല്ല, പിശാചിനാണ് അവിടെ പ്രവേശനം. ഭാര്യയ്ക്കും മക്കളും കൃത്യമായി നമസ്കരിക്കുന്നുണ്ടോ? ഈ ഓരോ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ അവർക്കറിയുമോ? എത്ര പ്രാർത്ഥനകൾക്ക് അവർക്കറിയാം? എന്തൊക്കെ അവർ ചെയ്യുന്നുണ്ട്? എവിടെയാണ് അവർ പോകുന്നത്? സുബ്ഹാനല്ലാഹ്, പറയാതിരിക്കലാണ്.
പറയാൻ സഹോദരങ്ങൾ ഒരു മുസ്ലിമിന്റെ മനസ്സ് വേദനിക്കും മുസ്ലിം വീടുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ വസിയത്ത് നൽകണം. യാത്ര പോകുമ്പോൾ ഭാര്യയും മക്കളെയൊക്കെ വിളിച്ച് വസിയത്ത് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്. നമ്മൾ പോയാലും എവിടെ പോയാലും അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, എന്റെ കുടുംബത്തെ കാക്കണേ അള്ളാഹു, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നീ എന്നെ കാക്കണേ, എന്റെ കുടുംബത്തെയും കാക്കണേ. യാത്ര പുറപ്പെടുമ്പോൾ പ്രാർത്ഥന എന്താണ് സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന അതല്ലേ? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വ. അള്ളാഹുവിനെ കുറിച്ചുള്ള തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കൽ, ഈ പറഞ്ഞ തഖ്വ അത് ചോദിക്കുകയാണ്, നന്മ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർദാ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. അള്ളാഹുവിനോട് തഖ്വ ചോദിച്ച ശേഷമാണ് യാത്ര ചുരുക്കി തരണേ, യാത്ര എളുപ്പമാക്കി തരണേ. കുടുംബത്തിൽ അള്ളാഹുവെ യാത്രയിൽ നീയാണ് കൂട്ടുകാരൻ, കുടുംബത്തിൽ കാവലായി അള്ളാഹുവെ നീയാണുള്ളത്. യാത്രയുടെ എല്ലാ മോശപ്പെട്ട കാഴ്ചകൾ കാണേണ്ടി വരുന്നതിൽ നിന്നും തിരിച്ചു വന്ന മോശമായ കാഴ്ചകൾ, തിരിച്ചു വന്ന് ദുരന്തങ്ങളിൽ തിരിച്ചു വരേണ്ടി വരുന്നത് അല്ലേ? പലരും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ കാണുന്നത് അയാൾ ഒരിക്കലും കാണാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ളതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് വസിയ്യത്ത് എല്ലായ്പ്പോഴും യാത്ര പോകുമ്പോൾ അല്ലെങ്കിലും നമ്മൾ വസിയ്യത്ത് പറയണം കുടുംബത്തോട്. യാത്ര പോകുമ്പോൾ പ്രത്യേകിച്ച് പറയണം. ഇനി സഹോദരങ്ങളെ, അതുപോലെ നമ്മൾ നല്ല ആളുകളെ കൂടെ കൂട്ടണം. യാത്രക്ക് പോകുമ്പോ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ആളുകളുടെ കൂടെ പോകാൻ പാടുണ്ടോ? പാടുമ്പോ സഹോദരങ്ങൾ അവർ വെറുതെ കൂട്ടിയാലും എല്ലാ ചെലവും ഞങ്ങള് നീ വന്നോളൂ എന്ന് പറഞ്ഞ് ചിലപ്പോ അള്ളാഹുവിനെ ഒരു സൂക്ഷ്മതയുമില്ലാത്ത ദീനിനെ ഒരു വിലയും കൽപ്പിക്കാത്ത ആളുകൾ നമ്മൾ ചിലപ്പോൾ വിനോദയാത്രകൾ ക്ഷണിക്കും. പോകാൻ പാടുണ്ടോ? ഒരിക്കലും പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അൽമർഉ അലാ ദീനി ഖലീലിഹി ഫയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, ആരുമായിട്ടാണ് നിങ്ങൾ കൂട്ടുകൂടുന്നത്. അല്ലേ? ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. ചാരുന്നത് വേറെ വല്ലതുമാണെങ്കിൽ അത് നാറും. അത് ഒരു പൊതുതത്വമാണ്, ഏവർക്കും അറിയാകുന്ന, ബുദ്ധിയുള്ളവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. നല്ല കൂട്ടുകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു സുഗന്ധം വിൽക്കുന്ന ഒരാളെ പോലെയാണ്. അയാളുടെ അടുത്ത് പോയി നിന്നാൽ അയാളുടെ അടുത്ത് പൈസ കൊടുത്ത് വാങ്ങാം, അല്ലെങ്കിൽ അയാൾ വെറുതെ വരും, ഇനി അല്ലെങ്കിൽ അയാളൊന്ന് പുരട്ടിത്തരും. ഒന്നില്ലെങ്കിൽ അവിടെ നിന്നാൽ ഒരു നല്ല സുഗന്ധമെങ്കിലും ആസ്വദിച്ചുകൂടെ? എന്നാൽ ഒരു കൊല്ലന്റെ ആലയിലേക്ക് ചെന്നതുപോലെയാണ് വൃത്തികെട്ട കൂട്ടുകാരൻ. അതിന്റെ തീയും പുകയും തട്ടി നിന്റെ വസ്ത്രം കീറിപ്പോയേക്കാം, അത് കരിഞ്ഞു പോയേക്കാം, അല്ലെങ്കിൽ ദുർഗന്ധമെങ്കിലും എന്തെങ്കിലും ഒരു ഷർറ് വൃത്തികെട്ട കൂട്ടുകെട്ടുമായി ചേർന്നാൽ നമുക്കുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന വലാ യഅകുൽ തആമക ഇല്ലാ തഖിയ്യൻ. നീ മുഅ്മിനായിട്ട് മുഅ്മിനോടല്ലാതെ കൂട്ടുചേരാൻ പാടില്ല. നിന്റെ ഭക്ഷണം തഖ്വയുള്ളവനല്ലാതെ കഴിക്കാതിരിക്കട്ടെ. നിന്റെ പൈസ കൊണ്ട് കണ്ട തോന്നിവാസിയും തെമ്മാടിയും കാഫിറുമൊന്നും തിന്നരുത്. നല്ല ആളുകൾ നിന്റെ ഭക്ഷണം കഴിക്കട്ടെ. നല്ല ആളുകൾ തീർന്നുപോയിട്ടില്ലല്ലോ ദുനിയാവിൽ, ഇല്ലല്ലോ. മറ്റുള്ളവരുമായി കൂട്ടുചേരാൻ ഒരു മുസ്ലിം കാഫിറിനോട് കൂട്ടുചേരാൻ പാടുണ്ടോ? പാടില്ല. അവർക്ക് ദഅവത്തർത്തണം, അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, നസീഹത്ത് വേണം, നന്നാവണം. ഇതൊക്കെ നന്നാവണം എന്ന ഗുണകാംക്ഷ എല്ലാവരോടും വേണം. ഇതൊക്കെ നന്നാവണം, പരലോകത്ത് രക്ഷപ്പെടണം, അതിനുവേണ്ടി നസീഹത്തോടുകൂടി ദഅവത്ത് നടത്താം. പക്ഷേ കൂട്ടുചേരാൻ പാടുണ്ടോ? മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പാടുണ്ടോ? ഇല്ല. അത് മുസ്ലിമീങ്ങൾ, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളെയാണ് സ്നേഹിക്കേണ്ടത്, കൂട്ടുചേരേണ്ടത്. അതുപോലെ സഹോദരങ്ങളെ, നല്ല ആളുകൾക്കും അഹ്ലുൽ ഇൽമിനുമൊക്കെ യാത്ര പറഞ്ഞു പോവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് വന്ന് യാത്ര പറയാറുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വിശ്വാസമുള്ള, നമുക്ക് ദീൻ പഠിപ്പിച്ചു തരുന്ന, അള്ളാഹുവിന്റെ ദീനിൽ വിവരമുള്ള ആളുകളുണ്ടെങ്കിൽ, നല്ല ബന്ധമുള്ള ആളുകൾ, അവരോട് യാത്ര ചോദിക്കുക. കുടുംബങ്ങളോട് പോയി യാത്ര ചോദിക്കുക, അത് നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ അറാദ സഫറൻ ഫൽയഖുൽ ലിമൻ യുഖ്ലിഫ് അസ്തൗദിഉകുമുല്ലാഹ അല്ലദീ ലാ തദീഉ വദായഹു. ആരെങ്കിലും യാത്ര പോകാൻ ഉദ്ദേശിച്ചാൽ അവൻ ആരെയാണോ നാട്ടിൽ വിട്ടേച്ചു പോകുന്നത് അവരോട് പറയുക, അസ്തൗദിഉകുമുല്ലാഹ അല്ലദീ ലാ തദീഉ വദായഹു, ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു.
ആരെ ഏൽപ്പിച്ചാലാണോ ഏൽപ്പിച്ചത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുക, കാത്തു സൂക്ഷിക്കുന്നവനാരാണോ അവനിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു പോവുക. അവർ തിരിച്ചും പറയുക, അസ്തൗദിഉല്ലാഹ ദീനക വഅമാനതക വഖവാതിമ അമലിക, ഞാൻ നിന്നെ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു, അല്ലാഹുവിനോട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദീനക്ക് നിന്റെ ദീനിനെ കുറിച്ച്, അമാനത്തിക്ക് നിന്റെ വിശ്വസ്തതയെക്കുറിച്ച്, വഖവാതിമ അമലിക നിന്റെ അമലുകളുടെ എല്ലാം പര്യവസാനത്തെക്കുറിച്ചും അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുക. പലരും യാത്ര പോകുന്നത് ആരെ ഏൽപ്പിച്ചിട്ടാണ്? അള്ളാഹു അല്ലാത്തവരെ ഏൽപ്പിച്ചിട്ട്. ഷെയ്ഖിൽ തവക്കുലാക്കി, ബദരീങ്ങളിൽ തവക്കുലാക്കി, തങ്ങന്മാരിൽ തവക്കുലാക്കി പോകുന്ന ആളുകൾ കൊടിയ ശിർക്കാണ് ചെയ്യുന്നത്, അള്ളാഹു പൊറുക്കാത്ത തെറ്റാണ് ചെയ്യുന്നത്. പാടില്ല സഹോദരങ്ങൾ. അള്ളാഹുവിൽ തവക്കുലാക്കുക, അതിന് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നമ്മളെ സൂക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഇഹ്ഫളില്ലാഹ് യഹ്ഫളുക ഇഹ്ഫളില്ലാഹ് തജ്ദുഹു തുജാഹക. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക മനുഷ്യ, എങ്കിൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും. സഹോദര, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ നിനക്ക് നിന്റെ കൺമുന്നിൽ അള്ളാഹുവിനെ കാണാം, അള്ളാഹുവിന്റെ സഹായം നിനക്ക് മുന്നിൽ കാണാം. ഇൻഷാ അള്ളാഹ് സ്വർഗത്തിൽ അവന്റെ മുഖം നേരിട്ട് കാണാം. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന, അവന്റെ ദീനിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി, പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയോട് യാത്ര ചോദിച്ച ഒരാളോട് പറയുകയുണ്ടായി, സവ്വദകല്ലാഹു തഖ്വ വഗഫറ ദംബക വയസ്സറ ലകൽ ഖൈറ ഹൈസുമാ കുൻത്. അല്ലാഹു നിനക്ക് തഖ്വ യാത്രക്കുള്ള വിഭവമായി തരട്ടെ. യാത്രക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിനാണ് സാദ് എന്ന് പറയുക. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്, ഫഇന്ന ഖൈറ സാദി തഖ്വ, ഏറ്റവും നല്ല സാദ് എന്താണ്? തഖ്വയാണ്. അത് നിനക്ക് അള്ളാഹു നൽകട്ടെ. വഗഫറ ദംബക, അള്ളാഹു നിന്റെ പാപങ്ങൾ പൊറുത്തു തരട്ടെ. വയസ്സറ ലകൽ ഖൈർ, നിനക്ക് ഖൈർ അള്ളാഹു എളുപ്പമാക്കട്ടെ. ഹൈസുമാ കുൻത്, എവിടെയായിരുന്നാലും. ഈ തഖ്വയാണ് നമുക്കുള്ള ഏറ്റവും നല്ല സാദ്. പരലോകത്തേക്കുള്ള നമ്മുടെ യാത്രയിലും ഇതും തന്നെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമുക്കുള്ള ഏറ്റവും നല്ല സാദ് എന്താണ്? തഖ്വയാണ്. മുൻഗാമികളിൽപ്പെട്ട ഒരാൾ ഒരു ഖബറിങ്കൽ ചെന്ന്, കൂടെ കുറെ ആളുകളെയും കൂട്ടി ഒരു ഖബറിസ്ഥാനിൽ ചെന്ന്, ഖബറിസ്ഥാനിലെത്തിയപ്പോൾ പറയുകയുണ്ടായി, എന്താണ്? യാ അഹ്ലൽ ഖുബൂർ ഇന്നൽ മാല ഖദ് ഇഖ്തുസിം വന്നിസാഉ ഖദ് തസവ്വജൻ വൽമസ്കൻ ഖദ് സകനഹാ ഖൗമുൻ ഗൈറുക്കും. ഇതാ ഖബറാളികളെ, ഖബറാളികളെ കേൾക്കാൻ വേണ്ടിയിട്ടല്ല, കൂടെയുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഖബറാളികളെ, ഇന്നൽ മാല ഖദ് ഇഖ്തുസിം, നിങ്ങളുടെ സമ്പത്ത് വീതം വെക്കപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ ദുനിയാവിൽ എപ്പോഴും നിങ്ങൾ ജീവിക്കുന്നു കരുതി കുറെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ വിട്ടേച്ചല്ലേ പോയത്. അതൊക്കെ അനന്തരാവകാശികൾ വീതിച്ചെടുത്തു കഴിഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരായാലും ഇഷ്ടമില്ലാത്തവരായാലും. വന്നിസാഉ ഖദ് തസവ്വജൻ, നിങ്ങളുടെ ഭാര്യമാരെ വേറെ ആളുകൾ കല്യാണം കഴിച്ചു കഴിഞ്ഞു. വൽമസ്കൻ ഖദ് സകനഹാ ഖൗമുൻ ഗൈറുക്കും, നിങ്ങൾ താമസിച്ച വീടുകളിൽ വേറെ ആളുകൾ താമസിക്കാൻ തുടങ്ങി. നിങ്ങൾ കിടന്ന കട്ടിലിൽ വേറെ ആളുകൾ കിടക്കാൻ തുടങ്ങി. നിങ്ങൾ ഓടിച്ച വാഹനം വേറെ ആളുകൾ ഓടിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവരെങ്ങാനും ഉത്തരം ചെയ്തിരുന്നെങ്കിൽ, ഈ ഖബറാളികൾ ഇത് കേട്ട് അവര് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ അവരെന്തേ പറയൂ? വല്ലാഹി ലം നറ സാദൻ ഖൈറൻ മിൻ തഖ്വ. ഇതൊക്കെ കേട്ടാൽ ഇതാ എല്ലാം പോയിട്ടോ എന്ന് കേട്ടാൽ പോലും അവരെന്തേ പറയൂ? ദുനിയാവിൽ ഒരു പക്ഷെ അവർ ജീവനേക്കാളും സ്നേഹിച്ച കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. പക്ഷെ അവരെന്തേ പറയുള്ളൂ? ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളത് തഖ്വ മാത്രമാണ്. ഇവിടേക്ക് കൊണ്ടുവന്ന സാധനങ്ങളിൽ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടത് അത് തഖ്വയെക്കാളും നല്ലത് ഞങ്ങൾ മറ്റൊന്നും കണ്ടിട്ടില്ല എന്നേ അവർ പറയുമായിരുന്നു. അവർ പറഞ്ഞേനെ, പറയെങ്കിൽ അത് മാത്രമേ പറയുമായിരുന്നു. നോക്കണം സഹോദരങ്ങളെ, ഈ തഖ്വ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ നിർവചനം അതാണ്. ഇത് എല്ലാ കാര്യത്തിലും നമ്മൾ സൂക്ഷിക്കുക, എല്ലാ വിഷയത്തിലും നമ്മൾ സൂക്ഷിക്കുക, നമ്മുടെ ഹറക്കാത്തിലും സക്കനാത്തിലും സൂക്ഷിക്കുക, ഓരോ ചലനത്തിലും ഓരോ മിണ്ടാതിരിക്കലിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. പരലോകത്ത് രക്ഷപ്പെടാൻ നീ മരിക്കും സഹോദര, നീ മരിക്കും സഹോദര, നീ അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടി വരും. അള്ളാഹു നിന്നെ ചോദ്യം ചെയ്യും. നിനക്ക് കിതാബ് വലത് കയ്യിൽ വേണോ,
നീ കിതാബ് കിട്ടി, കിതാബിയ, എല്ലാവരും വരും എന്റെ കിതാബ് ഒന്ന് വായിക്കൂ. ഇന്നി വലൻതു അന്നി മുലാഖിൻ ഹിസാബിയ, ഇതാ ഈ ഹിസാബി വിചാരണ വരും എന്ന് പ്രതീക്ഷിച്ച് ഉറച്ചു വിശ്വസിച്ച് കഴിഞ്ഞവനായിരുന്നു ഞാൻ എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിനക്ക് പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞു, അവർ ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ഉന്നതമായ സ്വർഗത്തിലായിരിക്കും അവർ. അവർക്ക് പറിച്ചെടുക്കാനുള്ള കായ്കനികൾ അവരുടെ അടുത്തേക്ക് താഴ്ന്നു വരും. അവരോട് പറയും, കുലൂ, നിങ്ങൾ തിന്നോളൂ, വശ്റബൂ, നിങ്ങൾ കുടിച്ചോളൂ, ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, നിങ്ങളുടെ കഴിഞ്ഞുപോയ ദുനിയാവിൽ നിങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ എന്ന് പറയപ്പെടുന്ന യാതൊരു പ്രയാസവുമില്ലാത്ത, മരണമില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത, പ്രായമേറാത്ത, ഒരു പ്രയാസവും, ഒന്നും മൂക്ക് ചീറ്റുക പോലും ചെയ്യാത്ത, ഒന്ന് വിസർജിക്കുക പോലും ചെയ്യാത്ത സുഖങ്ങൾ മാത്രം ലഭിക്കുന്ന സ്വർഗത്തിൽ മനുഷ്യ നിനക്ക് പോണോ? അള്ളാഹുവിനെ നീ സൂക്ഷിച്ചോളൂ. അതല്ല, വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ. ഇടതു കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ട മനുഷ്യൻ പറയും, യാ ലൈതനി ലം ഊത കിതാബിയ, എന്റെ ഗ്രന്ഥം എനിക്ക് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ, എന്റെ വിചാരണ ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, അതാ അത്, ആ മരണം അതോടുകൂടി എല്ലാം കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഹലക അന്നി സുൽത്താനിയ, എന്റെ എല്ലാ അധികാരവും പവറുമെല്ലാം നശിച്ചുപോയല്ലോ. മാ അഗ്ന അന്നി മാലിയ, എന്റെ സമ്പത്തൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ. ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരം നശിച്ചുപോയല്ലോ എന്ന് പറയുന്നവരിൽ നിനക്ക് പെടണോ? അള്ളാഹു അവരെ കുറിച്ച് പറയും, ഖുദൂഹു ഫഉല്ലൂ, അവനെ പിടിക്കൂ, നിങ്ങൾ അവനെ ബന്ധിക്കൂ. സുമ്മൽ ജഹീമ സല്ലൂ, അവനെ ജഹീമാകുന്ന നരകത്തിലിട്ട് കരിച്ചു കളയൂ. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുക്കൂ, അവനെ 70 മുഴം നീളമുള്ള ചങ്ങലയിൽ ബന്ധിക്കൂ എന്ന് അള്ളാഹു പറയുന്നവരിൽ നിനക്ക് പെടണോ? സഹോദരങ്ങളെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഇസ്ലാം മുറുകെ പിടിക്കുക. ഈ വിഷയം ഒരുപാട് പറയാനുണ്ട്, യാത്രയുടെ മര്യാദകൾ. നിങ്ങൾ ഈ വിഷയം പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാം മുറുകെ പിടിക്കുക. ഇസ്ലാമിനെതിരിലുള്ള കുതന്ത്രങ്ങൾ, ഗൂഢാലോചനകൾ പുറത്തു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ബിംബാരാധനയിലേക്ക്, ശിർക്കിലേക്ക് ആളുകളെ തിരിച്ചുകൊണ്ടുപോവുകയാണത്രേ. മുസ്ലിങ്ങളായ ആളുകളെ, ഈ ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ തിരിച്ചുകൊണ്ടുപോവുകയാണത്രേ. പല തമാശകളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ പ്രലോഭിപ്പിച്ചും അതുപോലെ അവരെ ഭീഷണിപ്പെടുത്തിയുമൊക്കെ ഇസ്ലാമിന് തിരിച്ചുകൊണ്ടുപോകണമെന്ന് പറയുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുള്ളത്, ഒരുവൻ അവന്റെ മരണം എന്നിപ്പോ കൊല്ലും, പറയണ നീ മുസ്ലിം അല്ലാന്നായി, നീ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, ഇസ്ലാമിനെ കുറിച്ച് നീ മോശമായി പറയുക എന്നൊരാൾ അയാളുടെ തലക്ക് വാള് പിടിച്ചിട്ട് പറഞ്ഞാൽ, അയാൾ ആ പേടി കൊണ്ട് മാറ്റി പറഞ്ഞാൽ, കൽബിലൊന്നുമില്ല, കൽബിൽ ഇസ്ലാമാണല്ലോ, വായ കൊണ്ട് അയാൾ മാറ്റി പറഞ്ഞാൽ അയാൾ ഇസ്ലാമിന് പുറത്തുപോകുമോ? ഇല്ല. അങ്ങനെ ആളുകളെ കൊണ്ടുവരാൻ പോകുന്നതാണ് കേൾക്കുന്നത്. അതുപോലെ പ്രലോഭിപ്പിച്ച് ഇസ്ലാം തന്നെ എന്താണെന്ന് അറിയാത്ത ആളുകൾ, ദീനൊന്നും മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, അവരല്ലെങ്കിൽ തന്നെ അള്ളാഹിന്റെ കണക്കിൽ മുസ്ലിങ്ങളാണോ, അങ്ങനെയുള്ള ആളുകൾ തിരിച്ചു. ഇതൊക്കെ സഹോദരങ്ങളെ, മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ, മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഗൂഢാലോചനകളാണ്. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിന്റെ ദീൻ നന്നായി നമ്മൾ പഠിക്കണം. ആ ദീനിനെ കുറിച്ച് ഇസ്സത്ത് വേണം നമുക്ക്. അള്ളാഹു പഠിപ്പിച്ച, ആകാശഭൂമികളെ സൃഷ്ടിച്ച, ഇത് പറഞ്ഞു നടക്കുന്ന, അവന്റെ ശ്വാസോച്ഛ്വാസങ്ങളെപ്പോലും നിയന്ത്രിക്കുന്ന, അവന് കയ്യും കാലും നൽകിയ അള്ളാഹുവിന്റെ ദീനിലാണ് ഞാനെന്ന അഭിമാനബോധം വേണം. അവനുള്ളത് ഏത് ദീനിലാണ്? അവന്റെ ആരോ ഉണ്ടാക്കിയ ഇന്ത്യയില്ല അസ്മാഉ സമ്മൈതുമുഹാ അൻതും വആബാഉകും എന്ന് പറഞ്ഞില്ലേ? ഇത് നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ഇട്ടിട്ടുള്ള ചില പേരുകൾ മാത്രമാണ്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു ഒരു തെളിവ് ഇറക്കിയിട്ടില്ലാത്ത ആ ദീനിലുള്ള ബിംബങ്ങൾ ആരാധിക്കുന്ന, മൃഗങ്ങൾ ആരാധിക്കുന്ന വൃത്തികെട്ട ദീനിലുള്ള ആളുകൾ, അവരാണോ മുസ്ലിങ്ങളെ പുച്ഛിക്കാൻ ഇറങ്ങുന്നത്? എന്താണ് ഇവരുടെ ദീനിന്റെ അടിസ്ഥാനം? എന്താണ് ഇവരുടെ ദീൻ? മനുഷ്യന്മാരുടെ ബുദ്ധിയുള്ള ഒരു മനുഷ്യരോട് പറയാൻ പറ്റും ഇവരുടെ ദീനിനെ കുറിച്ച്, ഇവരുടെ ദീനിലുള്ള കഥകളെക്കുറിച്ച്? അവരാണ് ഇസ്ലാമിനെ പുച്ഛിക്കാൻ ഇറങ്ങുന്നത്. അള്ളാഹു പഠിപ്പിച്ച ദീനിലാണ് നീ ഉള്ളതെന്ന അഭിമാനം മുസ്ലിമേ നിനക്കുണ്ടാവുക. അള്ളാഹുവിനാണ് ഇസ്സത്ത്, അള്ളാഹുവിന്റെ റസൂലിനാണ് ഇസ്സത്ത്, മുഅ്മിനുകൾക്കാണ് ഇസ്സത്തുള്ളതെന്ന് മനസ്സിലാക്കുക. ലോകത്തെ അടക്കി ഭരിച്ചവനാണ് നിന്റെ, ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ച അങ്ങനെയുള്ള ആളുകളാണ് നിന്റെ മുൻഗാമികൾ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സഹാബത്ത്, താബിഈകൾ, തബഉ താബിഈകൾ, അവരുടെയൊക്കെ ചരിത്രം സുഹൃത്തെ, മുസ്ലിമെ നീ പഠിക്കുക, അതിൽ നീ അഭിമാനം കൊള്ളുക. ആ മുസ്ലിമായി ഇസ്ലാമിൽ ഉറച്ചു നിന്ന്
മരിക്കാൻ നീ ആഗ്രഹിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളെ എല്ലാവരെയും ഇസ്ലാമിലായിക്കൊണ്ട് മുസ്ലിമീങ്ങളായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസാനമായി ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.